ബദർ ബദർ ഒരു തിരിച്ചറിവാണ്. ബദർ ഒരു ആവേശമാണ്. ബദർ ഒരു യുഗപ്പിറവിക്ക് കാരണമായതാണ്. ബദർ ഒരു ചരിത്രവും. ഒന്നുമില്ലാത്ത ആളുകളിൽ നിന്നും സമൂഹത്തിന് ഉയർത്തെഴുന്നേൽപ്പായി കടന്നു വന്ന ചരിത്ര സത്യമാണ് ബദർ. ഒരു പുതുയുഗത്തിന്റെ പിറവിയാണ് അന്ന് സംഭവിച്ചത്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും സ്വന്തത്തെയും സ്വന്തക്കാരെയും വിട്ടെറിഞ്ഞ് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരുപറ്റം പാവപ്പെട്ട ജനതകളുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ ഇച്ഛാശക്തിയും നേതൃഗുണവും വിശ്വാസവും മനസ്സിലാക്കാൻ പറ്റുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പോരാട്ട ചരിത്ര വീര്യമായിരുന്നു ബദർ എന്ന് പറയുന്നത്. അചഞ്ചലമായ വിശ്വാസവും ഏകനായ ദൈവത്തിലുള്ള അർപ്പിത മനോഭാവവുമാണ് ബദറിന്റെ വിജയത്തിന് കാരണമായത്. ഒരൊറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് നയിച്ച് സമൂഹത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന നേതൃഗുണമാണ് ബദറിൽ കണ്ടെത്തിയത്. ഏതൊരു മുസൽമാന്റെയും ആത്മധൈര്യം അത് തന്നെയാണ്. നമ്മൾ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയും കാണാറുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളോ പല സംഭവങ്ങളോ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള ഗമനത്തിന് സാധ്യമാകും വിധം അത് തെരഞ്ഞെടുക്കാൻ പറയലാണ് പതിവ്. അധികം അങ്ങനെ തന്നെയാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയും കാണാറുള്ളത്. എന്നാൽ ഇന്ന് ഓരോ മുസൽമാന്റെ നേരെയും മുസ്ലിം എന്ന പേര് പറഞ്ഞ്, ഒരു ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പല രീതിയിലും കടന്നാക്രമണം ഓരോ ദിവസങ്ങൾക്കതീതമായും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെയുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യുഗപ്പിറവിക്ക് കാരണമായ പല ചരിത്ര യാഥാർത്ഥ്യങ്ങളുമാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ നിന്നും പൗരത്വം വരെ നിഷേധിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെയൊക്കെ ഓരോ മുസൽമാന്റെയും യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത് ബദർ പോലെയുള്ള ഒരുപാട് ചരിത്ര സത്യങ്ങളാണ്. ഏകനായ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അതിന്റെ നിധാനമായി കാണുന്നത്. കേവലം വിരലിലെണ്ണാവുന്ന ആയുധങ്ങളും പൊട്ടിയ വയറും പൊട്ടിയ കൈകാലുകളുമായി നോമ്പെടുത്തുകൊണ്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരടിച്ചു നിൽക്കുമ്പോൾ, പ്രതിരോധം തീർക്കുമ്പോൾ അവിടെ അവരുടെ വിശ്വാസം അവരെ എന്നേക്കുമായി ജയിപ്പിക്കുകയാണ്. ഇതുതന്നെയാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിനോട് ഇസ്ലാം മതത്തിനും മുസ്ലിമുകൾക്കും പറയാനുള്ളത്. പല രൂപത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഓരോ ജനതയെ കടന്നാക്രമിക്കുമ്പോൾ, പല വിഭാഗത്തെയും കടന്നാക്രമിക്കുമ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും അടിസ്ഥാനങ്ങളായ ഇത്തരത്തിലുള്ള ബദർ പോലെയുള്ള പല ചരിത്ര സത്യങ്ങളുമാണ്.